അപ്പോൾ നമ്മൾ SCERTയുടെ 5th മൊത്തം നമ്മൾ തീർത്തിട്ടുണ്ട്. ജോഗ്രഫിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഫുള്ള് SCERT എല്ലാ ക്ലാസ്സുകളും അല്ല ഉദ്ദേശിച്ചത്. SCERTയിലെ നമ്മൾ ജോഗ്രഫിയുടെ 5th ക്ലാസ് തീർത്തു. അപ്പോൾ നമുക്ക് 6th ക്ലാസ്സിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഇതിലാദ്യം കുറച്ച് ചുമടുകളായിട്ട് നീങ്ങുന്ന തൊഴിലാളികളെ കാര്യങ്ങളും പച്ചക്കറി കമ്പോളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇത് കൊടുക്കാൻ കാരണം ഒരു ഒരു കമ്പോളമാണ് ഇതിൽ കൊടുത്തത്, അത് ചന്തയാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതിൽ പച്ചക്കറി കാര്യങ്ങളും പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ മുളക്, മല്ലി, പയർ, പിന്നെ ഒരു ഭാഗത്ത് പൂക്കൾ, പിന്നെ പല വ്യഞ്ജനങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നത്, നമുക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ എന്നാണ് അതിൽ ആ കൊച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ വേണം, ജലലഭ്യത വേണം, കൂടാതെ ഇതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യാധ്വാനവും കൂടി വേണം. അപ്പോൾ നമ്മുടെ അയൽ നാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് ഈ കൊല്ലം ചേഞ്ച് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്കിത് ആദ്യം നോക്കിക്കഴിഞ്ഞിട്ട് ചേഞ്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് വെച്ച് നമുക്ക് വായിക്കാം. അപ്പോൾ അയൽനാടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ തമിഴ്നാടും കേരളവും, അപ്പം എന്നോട് താരതമ്യമാണ് ഇതിൽ കൊടുത്താക്കുന്നത്. ഇതിൽ ബ്ലാക്ക് ആയതുകൊണ്ട് എത്രത്തോളം കാണുമെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ മണ്ണ് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു, ഞാൻ വായിക്കുകയാണേ. കേരളത്തിലെ മണ്ണ് എക്കൽ മണ്ണും തമിഴ്നാട്ടിലെ മണ്ണ് ചെമ്മണ്ണുമാണ്. പിന്നെ കേരളത്തിലുള്ളത് ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ചെമ്മണ്ണും ഉണ്ട്, ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്, കൂടാതെ കറുത്ത മണ്ണും തീരദേശ മണ്ണുമാണ് ഉള്ളത്. ഇനി കേരളത്തിലെ വാർഷിക മഴ തൊട്ടിപ്പുറത്തെ ബോക്സിൽ 300 സെൻറ്റിമീറ്ററും തമിഴ്നാടിൻ്റെ 95.9 സെൻറ്റിമീറ്ററും. 44 നദികൾ കേരളത്തിലുണ്ട്, 14 നദികളെ തമിഴ്നാട്ടിലുള്ളൂ. മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത പോലും ഇല്ല. എന്നാൽ മഴ കുറവാണ്, അതുപോലെ നദികളും കുറവാണ്. അതുകൊണ്ട് ജലസേചന സൗകര്യം തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയാണ് നമ്മുടെ പോയിന്റ്. കേരളത്തിലും തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ്. കാരണം ലാറ്ററൈറ്റും ചെമ്മണ്ണും മണ്ണുകൾ രണ്ടിടത്തുണ്ട്. പിന്നെ ഏറ്റവും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്, അത് നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ മഴയുടെ ലഭ്യതയാണെങ്കിൽ 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിൽ, 95.9 സെൻറ്റിമീറ്ററാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ മഴയും കൂടുതൽ കേരളത്തിലാണ്. പിന്നെ വേറെ നദികളും കൂടുതലേതാ നമ്മുടെ കേരളത്തിലാണ്. 44 നദികളുണ്ട്, തമിഴ്നാട്ടിലും 14 നദികളുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പോയിൻ്റാണ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നമുക്കറിയാം. അതുപോലെ തമിഴ്നാട്ടിൽ എത്ര നദികളുണ്ട്? 14 നദികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കാർഷിക പ്രവർത്തനങ്ങൾ അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് എങ്കിൽ കൂടി എന്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചാണ് കാര്യം. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് മനുഷ്യവിഭവം. അത് നമ്മുടെ കേരളത്തിൽ ഇല്ല, കാരണം അങ്ങനെ അധ്വാനിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നെ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. നമ്മുടെ പഴയ കാലങ്ങളിൽ തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ എല്ലാ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അടിസ്ഥാനമായിട്ടുള്ള ആൾക്കാരൊക്കെ വിദേശത്തുനിന്ന് വന്ന് ഇതൊക്കെ കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹിസ്റ്ററിയിൽ. ഇനി അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും. നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ മലനാട്, ഇടനാട്, തീരപ്രദേശമൊക്കെ. അപ്പോൾ അതിൽ നിന്നും വിളകളുടെ വൈവിധ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മലനാട്. കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമാണ് ഇവിടം. ഇവിടെ കൃഷി ചെയ്യുന്നത് ഏലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏലം,
പിന്നെ തേയില എന്നൊക്കെയാണ്. ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താപനില 300 ഡിഗ്രി സെൽഷ്യസിന് താഴെയും ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാഴ്ചയുള്ള മണ്ണ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഏലം അതുപോലെ തേയില ഇതിനൊക്കെ ആവശ്യമുള്ളതാണ്. താപനില 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയും ധാരാളമായി ലഭിക്കുന്ന മഴയും നീർവാഴ്ചയുള്ള മണ്ണും. ഇനി മലനാടിൻ്റെ സ്ഥാനം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആ ഭൂപടം ഒന്നും കൂടി വേണ്ടി നോക്കാം. മലനാട് എന്ന് പറയുന്നത് 75 മീറ്ററിന് മുകളിലുള്ളതാണ് മലനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും. അപ്പോൾ ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകളും തേയില, കാപ്പി തുടങ്ങിയിട്ടുള്ള പാനീയ വിളകളും ഒക്കെ നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നു. ഈ ഭൂപ്രകൃതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ സൈഡിൽ ജോൺ ജോസഫ് മർഫിനെ പറ്റിയിട്ടൊരു ബോക്സ് ഉണ്ട്. അയർലൻഡ് സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. അപ്പോൾ ആദ്യം കൃഷി ചെയ്തത് ആലുവയിലാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്തത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിലെ ഏന്തയാറിലാണ്. പിന്നെ ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്ക് അനുവായിട്ടുള്ള പെൻഷൻ, നാട്ടുകാർക്കായിട്ട് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ ഇദ്ദേഹം പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1902 ആലുവയിൽ റബ്ബർ കൃഷി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ജോസഫ് മർഫി. അയർലൻഡുകാരനാണ്. റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടനാട്ടിലേക്ക് പോകാം. ഇടനാട് തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള നാടാണ് ഇടനാട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഇനി ധാരാളമായി ലഭിക്കുന്ന മഴ, പിന്നെ ചെറു കുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെ സാന്നിധ്യം, പിന്നെ നദീതടങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ സാമാന്യം കനത്ത ആവരണം, ഇതൊക്കെ ഇതിന് അനുകൂലമാണ്. പിന്നെ റബ്ബർ കൃഷി ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. 20-ാം നൂറ്റാണ്ട് ആദ്യ പാദത്തിൽ തന്നെ ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. നമ്മൾ കോട്ടയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ് ഉണ്ടായത്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നു. എന്താ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെ കാലം അതിൻ്റെ വിളവ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പരമ്പരാഗത വിളകൾ ഉപയോഗിച്ച് റബ്ബർ കൃഷിയിലേക്ക് മാറാനായിട്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ സാഹചര്യമുണ്ട്. കാരണം ഒരു തവണ നട്ടാൽ മതി, പിന്നെ അതിന് കുറച്ച് അധ്വാനം അധികം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും റബ്ബർ കൃഷിയിലേക്ക് മാറി. ഇനി തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. ഇവിടെ സമൃദ്ധമായിട്ട് കൃഷി ചെയ്തിരുന്ന തീരപ്രദേശം ജനവാസ കേന്ദ്രമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ കൃഷികൾ ചെയ്യാൻ തുടങ്ങിയതിലുള്ള ജനവാസവും വരാൻ തുടങ്ങി. അപ്പോൾ ഇത് കൃഷിക്ക് തന്നെ കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായിട്ട് കുറവുണ്ടാക്കി. കുറേ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയതോടുകൂടി കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ലാണ്ടായി. അപ്പോൾ വിത്ത്, വളം തുടങ്ങിയ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി മാറ്റി. ഇതൊക്കെ മറ്റു തൊഴിലുകളിലേക്ക് പോകാനായിട്ട് ഈ ഭാഗത്തുള്ള തൊഴിലാളികൾക്ക് കാരണമായി. ഇനി കൃഷിയെ നെഞ്ചേറ്റിയ നാട്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഓണത്തിൻ്റെയും വിഷുവിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊല്ലുകൾ പോലും ഈ കൃഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതാണ് കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാൽ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഒരു 1961 മുതൽ 2011 വരെയുള്ള നമ്മുടെ ഭൂവിനിയോഗവും
പിന്നെ കൃഷിയുടെ ഇതും ഒക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നെല്ല് ഒരു 1961 7.5 ഹെക്ടറിലൊക്കെ കൃഷി ചെയ്തിരുന്നു. അത് 2011 ആയപ്പോൾ 2.08 വരെയായി. ഇനി മരച്ചീനി 2.37 ആയിരുന്നു, പിന്നെ അത് വളരെ കുറഞ്ഞ് 0.75 വരെയായി. തെങ്ങ് 5.5 ഒക്കെ ആയിരുന്നു, അത് 8.21 ആയി. എന്നാൽ റബ്ബറിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് പറയാം, കൂടിയിട്ടുണ്ടെന്ന് പറയാം. 1.33 എന്നുള്ളത് 5.40 വളർന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് റബ്ബറിൻ്റെ വളർച്ച വളരെയായിട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പാടത്തും പറമ്പിലും ഒക്കെ അധ്വാനിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലയിൽ വന്നതോടുകൂടി പുതിയ തലമുറയ്ക്ക് കൃഷിയോട്ടുള്ള താല്പര്യവും കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ കൃഷി മേഖല ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്നും മലയാളികൾ പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ കാരണം ഇതാണ്. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി പച്ചക്കറിത്തോട്ടവും കൃഷിയിടങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇനി മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനത്തെ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി കൃഷിക്ക് പിന്നെ തിരിച്ചു പോക്കിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിൽ ഒരു പെയിൻറ് ടിന്നിൽ ഒരു കുട്ടിയുടെ കൃഷിയുടെ കാര്യം, കുട്ടികളൊക്കെ കൃഷി ചെയ്യുന്ന കാര്യമാണ് ഇതിൽ പടം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി ബദൽ സാധ്യതകൾ. കൃഷി ചെയ്യുന്നതിന് എന്തിനാ മണ്ണ്? കൃഷി ചെയ്യണം എന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണ്. പക്ഷേ മണ്ണ് ആവശ്യമില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളെ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകും. വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായമായിട്ടുള്ള വേറൊരു സംഭവമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ അല്ലെങ്കിൽ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി ഈ കൃഷി രീതി നടപ്പിലാക്കാം. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ പയറും പടവലും ഒക്കെ നമുക്ക് മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. ഇപ്പം ഹൈഡ്രോപോണിക്സ്, പിന്നെ വെർട്ടിക്കൽ കൃഷി രീതി, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ കുട്ടനാട്ടിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. നെൽകൃഷിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് അടങ്ങിയ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയിട്ട് ഏതാനും ദിവസം അടിച്ചു വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്ക് മീതെ വീശി ഒഴിച്ചു. ജൈവ മിശ്രിതമായതിനാൽ ചെടിയിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടിയിൽ നിറയെ കതിര്. രാസകൃഷി ചെയ്ത മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് 3 ടൺ നെല്ല് കിട്ടി. ഇത് കുറച്ച് മാതൃകകളാണ് ഇതിൽ കൊടുത്താക്കുന്നത്. ഇനി സർക്കാരിൻ്റെ പ്രോത്സാഹനം. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ സ്കീമുകളൊക്കെ ഉണ്ട്. അതിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഇവർ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വിളകൾ, കൂണിനങ്ങൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഇത് ലക്ഷ്യമാക്കിയിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിപ്പിക്കുന്നു. നമ്മുടെ VFPCK ഇതേപോലെ വെജിറ്റബിളും ഫ്രൂട്ട് പ്രൊമോഷനൊക്കെ. ഇനി കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും ഇതേപോലെ കുറേ കൃഷി പ്രോത്സാഹനമായിട്ട് സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഇനി കുറച്ച് നൂതന കൃഷികളാണ്. അതിലാദ്യത്തെയാണ് ഹരിതഗൃഹ കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ
വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയിലുള്ള മുറികളിൽ ഇവയെ വളർത്തുന്ന രീതി. ഇതൊക്കെ നമ്മൾ സ്കൂളിലേ പഠിച്ചിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് എന്താണ്, ഗ്ലാസിൻ്റെ ഉള്ളിൽ വളർത്തുക. അപ്പോൾ നമ്മുടെ ഈ സൂര്യപ്രകാശം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ആ ഒരു ചൂട് നിലനിർത്തിയിട്ട് എന്താ പറയുക, കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. ഈ കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. ഓരോ പ്രദേശത്തും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്ത് ആവശ്യമായിട്ടുള്ള പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായിട്ട് അളവിൽ നൽകുന്നു. ഇത്ര അളവേ അതിന് പാടുള്ളെങ്കിൽ അത്ര അളവ് കൃത്യമായിട്ട് കൊടുക്കുന്ന കൃഷി രീതിയാണ് നമ്മൾ കൃത്യത കൃഷി എന്ന് പറയുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നീർവാഴ്ചയും സൂര്യപ്രകാശം ലഭിക്കുന്ന ഏതൊരു സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഇനി ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും വളവും കണികാ രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടിക്ക് ഇവ വേഗത്തിൽ വലിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഈ ഫെർട്ടിഗേഷനും കൃത്യത കൃഷിയൊക്കെ ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കർഷക ദിനം. ചിങ്ങം 1 കർഷക ദിനമാണ്. ഇനി ഹരിത കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. പിന്നെന്താ, അത് വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളും എന്താ പറയുക, കൃഷിയിലേക്കിട്ടൊക്കെ ഇറങ്ങണം, പച്ചക്കറികളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താക്കുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.